Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. അതെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. മിസ്സിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നെ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആഷിക്ക് മാത്രമാണോ കാണാൻ പറ്റാത്തെ? ദോ ഇരിക്കുന്ന മോളിലുണ്ട്. എന്താ? ഇപ്പഴ കണ്ട താഴെ ദോ ഇരിക്കുന്ന അവിടെ ഉണ്ട്. മാം കഴിഞ്ഞ ക്ലാസ് കയറാൻ പറ്റില്ല. മോന്റെ പ്രോഗ്രാമായിട്ട് സ്കൂളിലൊക്കെ പോണമായിരുന്നു. അപ്പോഴേ കയറാൻ പറ്റിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെ? ഫ്രൈഡേ. നെറ്റ് ഇഷ്യൂ ഒക്കെ ആയിരുന്നു. ഓ അതാണല്ലേ. ഞാൻ അന്വേഷിച്ചായിരുന്നു. ആണോ? മിസ് ചെയ്തോ ക്ലാസ്? ഒരു ഓളം ഉണ്ടായിരുന്നില്ല. ആണോ? അതെ സത്യം. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും എന്നെ? ഓക്കെ. ഫുഡൊക്കെ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. ഷാനി കയറിയിട്ടില്ലേ ക്ലാസ്സിലെന്ന്? ഷാനി മാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഓടിച്ച് പറയാൻ പറ്റുമോ മാം? കഴിഞ്ഞ ക്ലാസ്സിൽ അത് നോട്ടീസ് ഒന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ് എടുത്തത് ക്ലാസ് കാണുന്നതല്ലേ കരുതാ നല്ലത്. റെക്കോർഡ് ക്ലാസ് ഡൗട്ട് വരില്ല മാം. ഓടിച്ചത് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് അത് ഓടിച്ചത് പറയാൻ പറ്റുമോ സമയം ഉണ്ടെങ്കിൽ? റിവിഷൻ ക്ലാസ് വരുന്നുണ്ട് നമുക്ക്. ഇനി അടുത്ത ക്ലാസ്സുകളൊക്കെ റിവിഷൻ ക്ലാസ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. ഷാനിക്ക് പനിയാണോ? ഒട്ടും വയ്യല്ലേ? ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേട്ടോ. വേഗം സുഖാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയണ്ട, തുടങ്ങാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. എവിടം വരെയാണ് നമ്മൾ എടുത്തത്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുത്തായിരുന്നോ? എടുത്തായിരുന്നു. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് എടുത്തിട്ടില്ലല്ലോ? അപ്പൊ അതൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. പേജ് ഒന്ന് നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്യൂ. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക.
Good afternoon, Prasida. Anila, good afternoon. അതെ, 2 പേജ്, 3 പേജ്, 3 പേജ് ഉണ്ട്, 3 പേജ്. അതോട് കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഞാൻ വായിക്കാൻ പോവാണ് കേട്ടോ. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്, അതായത് ശുചീകരണവും അണുനശീകരണവും കേട്ടോ. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ് ആർ, അതായത് കുറച്ച് ക്ലീനിങ്ങിന്റെ ബേസില് കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. അതായത് ക്ലീനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വൃത്തിയാക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് പാലിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് റൂൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ലേബർ റൂമില് ശുചിത്വം പാലിക്കാനായിട്ട് പാലിക്കേണ്ട ചില പൊതു നിയമങ്ങളെ കുറിച്ചിട്ടാണ് താഴെ ഓരോ പോയിന്റുകളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. Any equipment brought into the labor room from outside must be wiped and cleaned. അതായത് പുറത്തു നിന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ എക്യുപ്മെന്റുകളും, എല്ലാ ഉപകരണങ്ങളും വൃത്തിയായി തുടച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ, അപ്പൊ ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന ഏതൊരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഏതൊരു ഉപകരണം ആയിക്കോട്ടെ, അത് എന്ത് ചെയ്തിരിക്കണം? വൃത്തിയായിട്ട് തുടച്ചിരിക്കണം. എന്നിട്ട് മാത്രമാണ് എന്ത് ലേബർ റൂമിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. Then second point, have a adequate cleaning sequence. അതായത് ശരിയായിട്ടുള്ള ക്ലീനിങ് സീക്വൻസ്, അതായത് ക്രമത്തിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ആദ്യം ചില എക്യുപ്മെന്റുകൾ ഉണ്ടാകും, അത് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് മറ്റ് എക്യുപ്മെന്റുകൾ വൃത്തിയാക്കുക. നമ്മുടെ വീട്ടിലായാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ആദ്യം ചെറിയ ചെറിയ ടിന്നുകളും മറ്റുമാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. അതിനുശേഷമല്ല വലിയ പാത്രങ്ങളിലേക്ക് കിടക്കുക. അങ്ങനെയാണോ ക്ലീൻ ചെയ്യാറുണ്ടോ വീട്ടില്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഉണ്ട് അല്ലെ? അപ്പൊ ഓരോന്നിനും ഓരോ ക്രമമുണ്ട്. അപ്പൊ ആ ക്രമം അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ ഒരു വസ്തുക്കൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ ക്ലീൻ ചെയ്യാൻ. ശരിയായിട്ടുള്ള ഒരു ക്രമം ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത്, ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. അതായത് ഡാമേജ് വന്നിട്ടുള്ള കേടായിട്ടുള്ള ഉപകരണങ്ങള് ഒന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അത് മാറ്റണം. അതിന് പകരം വേറൊന്ന് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ കേടായ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പകരം ഒന്നില്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിന് പകരം വേറൊന്ന് കൊണ്ടുവരിക. Then items stained with blood, body fines should be not instantly. അതുപോലെ തന്നെ ബ്ലഡ്, അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് എന്നിവ ആയിട്ടുള്ള, അതായത് ഈ രക്തവും അതുപോലെ തന്നെ മറ്റ് ശരീരദ്രവങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും ചില എക്യുപ്മെന്റിലും ചില ഉപകരണങ്ങളിലൊക്കെ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? അത് ക്ലീൻ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, always use approved mopping techniques. മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാല്? മോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മോപ്പിംഗ് എന്താണ്? മോപ്പിംഗ് വീട്ടിൽ ചെയ്യാറുണ്ടോ? തുടക്കുക അല്ലെ? വീട്ടിൽ ചെയ്യുന്ന ജോലിയാണ് അല്ലെ? അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ടോ? അമ്മയ്ക്കൊക്കെയാണോ ജോലി കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പൊ ചില ടെക്നിക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. നോ രക്ഷ അല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലെ? അതായത് തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും.
അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മള് ക്ലീൻ ചെയ്യുക അല്ലെ. അപ്പൊ ലേബർ റൂമിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഡ്രൈ മോപ്പിംഗ് ഇവിടെ അനുവദനീയമല്ല. വീട്ടിലാണ് ചെയ്യണം എന്നാണ് പറയുന്നത് എല്ലാവരും. ഓക്കെ, ഡ്രൈ മോപ്പിംഗ് പറ്റില്ല കേട്ടോ. ഡ്രൈ മോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം തൊടാതെ തുടയ്ക്കുക. ചെയ്യാറുണ്ടോ വീട്ടില്? ഇല്ലല്ലോ. എല്ലാവരും വെള്ളം തൊട്ടല്ലേ തുടയ്ക്കുന്നേ? ആ, വെള്ളം തൊടാതെ തുടച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പൊടി മൊത്തം മുകളിലോട്ട് വീഴും അല്ലെ, അന്തരീക്ഷത്തിലേക്ക് ആവൂലേ, വായുവിലോട്ട് സ്പ്രെഡ് ചെയ്യൂലേ ഡസ്റ്റ് മുഴുവനും. ആ, അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡ്രൈ മോപ്പിംഗ് ലേബർ റൂമിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കൂടുതൽ അതായത് ഇത്തരത്തിലുള്ള ജേംസ് കൂടുതലും എയറിൽ സ്പ്രെഡ് ആവുകയും അവിടെ കൂടുതൽ എന്താ പറയാ അണുക്കൾ പോലുള്ള കാര്യങ്ങൾ കൂടുതൽ, അതായത് അവിടെയുള്ള പ്രഗ്നന്റ് ലേഡീസിനായാലും കുഞ്ഞുങ്ങൾക്കായാലും ഒക്കെ അത് പകരാനായിട്ട് സാധ്യത കൂടുതലാണ്. അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡ്രൈ മോപ്പിംഗ് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ വെള്ളം ഉപയോഗിച്ച് മാത്രമേ ഇവിടെ തുടയ്ക്കാവൂ, ലേബർ റൂമിൽ തുടയ്ക്കാവൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വെറുതെ നമ്മള് എന്താ പറയാ തുടയ്ക്കോ? വെറുതെ തുടയ്ക്കോ? എന്താ ചെയ്യുന്നേ? വീട്ടിലായാലും എന്താ ഉപയോഗിക്കുന്നത്? വെള്ളത്തിലൊരു സാധനം കലക്കൂലേ? എന്താ സാധനം? ആ സാധനത്തിന്റെ പേരെന്താ? ലിക്വിഡ് കലക്കും അല്ലെ, പിന്നെ ഓയിൽ കലക്കും, പിന്നെ എന്താണ്, ബ്ലീച്ചിങ് സൊല്യൂഷൻ, ക്ലോറിൻ അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തുടയ്ക്കുക അല്ലെ. ഡെറ്റോള് അല്ലെ, അതായത് അണുക്കൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലേബർ റൂമിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ഈ ഫിനോയിൽ, അതുപോലെ ക്ലോറിൻ, ബ്ലീച്ചിങ് സൊല്യൂഷൻ അതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? മോപ്പ് ചെയ്യാനായിട്ട്, തുടയ്ക്കാനായിട്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാ തുടക്കുന്നേ? നിങ്ങള് ഇത് മോപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ക്രമം ഉണ്ടാവുമല്ലോ. ആദ്യം കിച്ചണിലാണോ തുടക്കുക, അല്ലെങ്കിൽ ആദ്യം വരാന്തയിലാണോ തുടക്കുക? എങ്ങനെയാ തുടക്കുക? ആദ്യം കിച്ചണിൽ കൊണ്ടുപോയി തുടക്കോ? വരാന്ത അല്ലേ? അതായത് ക്ലീൻ ഏരിയാസിൽ നിന്ന് ഡർട്ടി ഏരിയാസിലേക്കാണ് നമ്മൾ തുടച്ചു പോവുക. ആദ്യം ക്ലീൻ ഏരിയാസ് നമ്മൾ വൃത്തിയാക്കും, അതിനുശേഷമാണ് എന്ത് ചെയ്യുക? ഡർട്ടി ഏരിയാസ് വൃത്തിയാക്കുന്നത്. അപ്പൊ ഇതിനെയാണ് മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡ്രൈ മോപ്പിംഗ് പാടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ തുടയ്ക്കുന്ന സമയത്ത് ഫിനോയിൽ, അതുപോലെ ക്ലോറിൻ, ബ്ലീച്ചിങ് മിക്സ്ചർ ഇതൊക്കെ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. അതുപോലെ ക്ലീൻ ഏരിയാസിൽ നിന്ന് ഡർട്ടി ഏരിയാസിലേക്കാണ് തുടച്ച് വൃത്തിയാക്കി പോരേണ്ടത്. ആ ഒരു ക്രമമുണ്ട്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ ലേബർ റൂമിൽ കീപ്പ് ചെയ്യേണ്ടതാണ്, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെയാണ്? Then examine areas for seepage or any other issue and report instantly. അതുപോലെ തന്നെ എന്തെങ്കിലും സീപ്പേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? സീപ്പേജ് എന്താ? സീപ്പേജ് മീനിങ് പറയാമോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? സീപ്പേജ് എന്നാണോ? ഒന്ന് നോക്കണേ. സീപ്പേജ് എന്നാണോ കിടക്കുന്നേ? ആണ്. ഓക്കെ, ചോർച്ചയാണ് കേട്ടോ. എന്തെങ്കിലും ചോർച്ചകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഹയർ അതോറിറ്റീസിന് റിപ്പോർട്ട് ചെയ്യണം. ലേബർ റൂമിൽ എന്തെങ്കിലും നമ്മളിപ്പോ ഭിത്തി, വോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചോർച്ചയോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. Then clean the labor table after every delivery. ഓരോ ഡെലിവറിക്ക് ശേഷവും ലേബർ ടേബിൾ ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു ലേഡി ഡെലിവറി കഴിഞ്ഞ് അപ്പൊ തന്നെ അവിടെ നിന്ന് അവരെ മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത ലേഡിയെ അവിടെ കിടത്താനായിട്ട് പാടില്ല. അത് ക്ലീൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? അവിടെ അവരെ ഇരുത്താനായിട്ട്. അപ്പൊ ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. The last one, standard procedures for disinfection and sterilization required to be followed. അതുപോലെ തന്നെ ഡിസിൻഫെക്ഷൻ, അതുപോലെ സ്റ്റെറിലൈസേഷൻ എന്നിവയ്ക്ക് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പാലിക്കണം. അപ്പോ ഇപ്പൊ നശീകരണം, അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്, ഓരോ പ്രൊസീജിയർ ഉണ്ട്. അത് പാലിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? മുന്നോട്ട് പോകുക. ലാസ്റ്റ് ഒരു പാരാഗ്രാഫിൽ കൊടുക്കുന്നുണ്ട്, ദ ലേബർ റൂം ആൻഡ്, ഒന്നുകൂടി പറയണം. ഓക്കെ, അതായത് ഡിസിൻഫെക്ഷൻ, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ എന്നിവ
സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പാലിക്കണം. അതായത് ഇത്തരത്തിലുള്ള അണുനശീകരണവും അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്, അത് പാലിച്ചിട്ട് വേണം പോകാനായിട്ട്. അത്രേ ഉള്ളൂ. ദെൻ അടുത്തൊരു പാരാഗ്രാഫില് ദ ലേബർ റൂം ആൻഡ് കണക്ടിംഗ് പാസേജ് ഷുഡ് ബി ക്ലീൻഡ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. Soiled areas and cleaning of spillage should be done at the earliest time possible. A detailed washdown of the labor room must be done at least twice a month. അതായത് ലേബർ റൂമും അതിനോട് ചേർന്നിട്ടുള്ള വഴികളും ദിവസത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും വൃത്തിയാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ എത്രയാ പറയുന്നേ? ദിവസത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും എവിടെ ക്ലീൻ ചെയ്തിരിക്കണം? ലേബർ റൂമും അതിനോട് ചേർന്നിട്ടുള്ള വഴികളും ക്ലീൻ ചെയ്തിട്ടുണ്ടാകണം. പിന്നെ പെട്ടെന്ന്, അതായത് മലിനമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് വൃത്തികേടായിട്ടുള്ള സ്ഥലങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും അവിടെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മന്ത്ലി ട്വൈസ്, അതായത് ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഫുൾ ആയിട്ട് വാഷ് ഡൗൺ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ട്വൈസ് എ ഡേ എന്നും പറഞ്ഞ നമ്പർ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ലേബർ റൂം ആൻഡ് കണക്ടിംഗ് പാസേജ് ദിവസത്തിൽ 2 തവണ, കുറഞ്ഞത് 2 തവണയെങ്കിലും വൃത്തിയാക്കിയിരിക്കണം. പിന്നെ മലിനമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, സ്പില്ലേജ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൃത്തിയാക്കണം. പിന്നെ മാസത്തിൽ 2 തവണ മുഴുവനായിട്ട് വാഷ് ഡൗൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അണുബാധ നിയന്ത്രണം. അണുബാധ നിയന്ത്രണവും മാലിന്യ നിർമ്മാർജ്ജനവും. കേട്ടോ, അതാണ് അവിടെ പറയുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. Special attention and standards practice should be followed for cleaning the labor room. Poor infection control practices in labor and delivery rooms lays the patients, infants, and as well as the healthcare staff at risk. ഇൻഫെക്ഷൻ കൺട്രോൾ എന്നത് ആശുപത്രിയില് അണുബാധ പടരുന്നത് തടയാൻ സ്വീകരിക്കുന്ന നടപടികളാണ്. ഓക്കെ, അപ്പൊ ആശുപത്രികളില്, ഹോസ്പിറ്റലുകളില് അണുബാധ തടയാനായിട്ട് സ്വീകരിക്കുന്ന നടപടികളെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ലേബർ റൂമില് ഇൻഫെക്ഷൻ കൺട്രോൾ പാലിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യാം? അവിടെയുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ലേബർ റൂമിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളുകള് പ്രഗ്നന്റ് വുമൺ അല്ലേ? ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഉണ്ടാവില്ലേ? ഇല്ലേ? ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാര് അല്ലേ? പിന്നെ കുഞ്ഞുങ്ങൾ, ഇൻഫാന്റ്, അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സ് അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന മറ്റാളുകൾ, ഇവർക്കൊക്കെ എന്തുണ്ടാവാൻ സാധ്യത കൂടുതലാണ്? ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? അപ്പൊ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ഈ ഇൻഫെക്ഷൻ ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, ഓരോ പോയിന്റുകളായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് ഷുഡ് ബിയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. അപ്പോ ഈ ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ചില നടപടികളാണ് താഴെ കൊടുത്തിരിക്കുന്ന ഓരോരോ പോയിന്റുകളിലായിട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് ഷുഡ് ബിയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകൾ, അതായത് ലേബർ റൂമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്തിരിക്കണം? യൂട്ടിലിറ്റി ഗ്ലൗസുകളും ക്ലോസ്ഡ് ഷൂസുകളും ധരിച്ചിരിക്കണം. എന്താണ് യൂട്ടിലിറ്റി ഗ്ലൗസ്? യൂട്ടിലിറ്റി ഗ്ലൗസ് എന്താ? നല്ല കനമുള്ള ഗ്ലൗസ് ആണ്. കണ്ടിട്ടുണ്ടോ? കട്ടിയുള്ള ഗ്ലൗസ് ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? നല്ല കനമുള്ള ഗ്ലൗസ് ആണ് കേട്ടോ. റബ്ബർ ടൈപ്പ് ആണ്. നല്ല കട്ടി ഉണ്ടാകും. അതുപോലെ തന്നെ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും.
ചില ഗ്ലൗസ് ഒക്കെ എന്താണ് ഒരു ഉപയോഗത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിടാം, പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഗ്ലൗസ് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് യൂട്ടിലിറ്റി ഗ്ലൗസ് കേട്ടോ. ഓക്കെ. ആ പിന്നെന്താണ്, അതായത് അണുബാധ തടയുന്നതിന് സഹായിക്കുന്നു. അതായത് അണുക്കളൊക്കെ ജേംസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് കയ്യിലൊക്കെ ആയിട്ട് ആവാതിരിക്കാനും എന്താ പറയാ നല്ല രീതിയിൽ കവേർഡ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു തരം ഗ്ലൗസ് ആണത്. അതുപോലെ ക്ലോസ്ഡ് ഷൂസ്. എന്താണ് ക്ലോസ്ഡ് ഷൂസ്? ഫുൾ കവേർഡ് ആയിട്ടുള്ളത് അല്ലെ. വലിയ വലിയ ഇപ്പൊ ആശുപത്രികളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ആളുകൾ, ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവം. വലിയ ഷൂ അല്ലേ, നമ്മൾ ശ്രദ്ധിക്കും. ഒരാള് നടന്നു വരുമ്പോൾ ആ ഷൂ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഷൂവിനെ ആയിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, ആളെ ആയിരിക്കില്ല നമ്മൾ നോക്കുന്നേ അല്ലെ. അപ്പൊ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഷൂ ആണ് കേട്ടോ. ആ അത് തന്നെ തസ്നി പറയുന്നുണ്ട്, റബ്ബർ വെട്ടാൻ പോകുന്നവര് യൂസ് ചെയ്യുന്ന ഷൂ. കറക്റ്റ് ആണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ഷൂസ് ആയിരിക്കണം ആര് ധരിക്കേണ്ടത്, ഇത്തരത്തില് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾ ധരിക്കേണ്ടത് കേട്ടോ. അപ്പൊ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഷൂസ് ധരിച്ചു കഴിഞ്ഞാൽ ഈ കാലുവിരലൊക്കെ എന്ത് ചെയ്യും, പൊതിഞ്ഞ് നല്ല കവേർഡ് ആയിരിക്കും. ഓക്കെ, പുറത്തൊന്നും കാണാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻ വരുന്നതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. കോൺക്രീറ്റും ശരിയാണ്, കോൺക്രീറ്റ് പണിക്കാർ യൂസ് ചെയ്യും. ഇപ്പൊ കോൺക്രീറ്റ് ഒക്കെ ഉള്ള ഒരു സമയത്ത് വാർക്കൊക്കെ വെക്കുന്ന സമയത്തില്ലേ വീടിന്റെ, കണ്ടിട്ടുണ്ടാവും നിങ്ങള്, അവരിത് യൂസ് ചെയ്യാറുണ്ട്. കേട്ടോ. റോഡ് പണിക്കാര്, അത് ശരിയാണ്. റോഡ് പണിക്കാര് യൂസ് ചെയ്യാറുണ്ട്. ടാറിങ് സമയത്ത് യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ടാറിങ് നടക്കുന്ന സമയത്ത് അല്ലെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഷൂസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ചിരിക്കാനുണ്ട്. കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ ആളുകൾക്ക് മനസ്സിലായല്ലോ. ഇനി മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, then next point, waste to be gathered in leak proof containers. എന്താണ്, അതായത് ചോർച്ചയില്ലാത്ത കണ്ടെയ്നറിൽ എന്ത് ചെയ്യണം, വേസ്റ്റുകൾ സൂക്ഷിക്കണം. ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. ഈ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള പാത്രമായിരിക്കും. അതിന്റെ മൂടിയൊക്കെ ഉണ്ടല്ലോ, അടച്ചു വെക്കുന്ന ഭാഗമല്ലേ, അതൊക്കെ നല്ല കട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പെട്ടെന്ന് ഡാമേജോ കാര്യങ്ങളൊന്നും വരില്ല. വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് അത് പുറത്തോട്ട് പോവുകയുമില്ല. അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ ഇത് സൂക്ഷിക്കുന്നത്. അപ്പോ വേസ്റ്റുകള് ലീക്ക് പ്രൂഫ് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3/4 ഫുൾ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് വേസ്റ്റ് 3/4 ഭാഗം നിറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റണം, ക്ലിയർ ചെയ്യണം. ചില ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വേസ്റ്റ് ഇങ്ങനെ നിറഞ്ഞു കുമിഞ്ഞു കൂടിയിരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ആ സ്റ്റാഫ് വരുന്നതിന് മുമ്പത്തെ അവസ്ഥയാണ്. എന്ത് ചെയ്യും, അതായത് ഇങ്ങനെ നിറഞ്ഞു മുകളിലോട്ട് ഇങ്ങനെ ചിലതൊക്കെ താഴെയൊക്കെ വീണ് പോകാം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് അല്ലെ. താഴെ നിറഞ്ഞൊക്കെ വീഴാം. പക്ഷെ അത് അനുവദിക്കരുത് എന്നാ പറയുന്നേ. 3/4 ഭാഗം ആവുമ്പോഴേക്കും 3/4 ഭാഗം ആവുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യണം, അവിടെ ആ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യണം, മാറ്റിയിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോട്ട് ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. അതായത് വേസ്റ്റ് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും, നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും അല്ലെ. ഇതിനെ തമ്മിൽ പരസ്പരം സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോ ഹോസ്പിറ്റലൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു വേസ്റ്റ് ബിൻ മാത്രമായിരിക്കില്ല ഉണ്ടാവുന്നത്, കളർ കോഡഡ് വേസ്റ്റ് ബിൻ ഉണ്ടാവും അല്ലെ. പലതരത്തില് കളറുകളുള്ള വേസ്റ്റ് ബിൻ ഉണ്ടാവില്ലേ, പച്ച, മഞ്ഞ, ചുവപ്പ് അല്ലെ, കണ്ടിട്ടുണ്ടാവും വേസ്റ്റ് ബിന്നുകള്. അത് പ്രത്യേകം എന്തിനാ അങ്ങനെ കൊടുത്തിരിക്കുന്നേ, അതിനകത്ത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ഇടാം, നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ഇടാം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കളർ കോഡഡ് ആയിട്ട് ബിന്നുകൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതിലാണ് എന്ത് ചെയ്യേണ്ടത്, വേസ്റ്റുകളും മറ്റുമൊക്കെ സൂക്ഷിക്കേണ്ടത്. The next one, disinfect with a bleaching mixture followed by washing and autoclave. ഇനി എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും എക്യുപ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം, ഇപ്പൊ വേസ്റ്റ് ഇടുന്ന ബിന്ന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ആ ബിന്ന് നമ്മൾ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അത് നല്ല രീതിയിലാണ് നശീകരണം വരുത്തിയിരിക്കണം അല്ലെ. അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെക്കോ? നമ്മൾ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? വേസ്റ്റ് ഒക്കെ കൊണ്ട് കളഞ്ഞിട്ട് വേസ്റ്റ് ബാസ്കറ്റ് കഴുകിയിട്ടാണോ പിന്നീട് വെക്കുന്നത്? അങ്ങനെ ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴുകും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഹോസ്പിറ്റലുകളിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. വേസ്റ്റ് ബിന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, അത് ഡിസിൻഫെക്ട് ചെയ്യണം. എങ്ങനെയാണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? അതാദ്യം ബ്ലീച്ചിങ് മിക്സ്ചറിൽ കഴുകണം. അതായത് ബ്ലീച്ചിങ് മിശ്രിതം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ചു നേരം 1/2 മണിക്കൂറെങ്കിലും ഈ വേസ്റ്റ് ബിൻ മുക്കി വെക്കണം. ഓക്കെ, അത് മുക്കി വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അത് നല്ല ശുദ്ധവെള്ളത്തിൽ കഴുകിക്കളയാം. ആ ബ്ലീച്ചിങ് മിക്സ്ചർ ഒക്കെ അതിൽ നിന്ന് പോകണം നല്ല രീതിയിൽ. എന്നിട്ട് കഴുകിയിട്ട്, അതായത് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അത് തുടച്ച് സ്റ്റെറിലൈസ് ചെയ്യണം. ഓക്കെ, ആ ഉണക്കിയതിന് ശേഷം മാത്രമാണ് പിന്നീട് വേസ്റ്റ് ബിൻ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അണുക്കൾ അതിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയാണ് എന്ത് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലുകളിൽ ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, അപ്പൊ വേസ്റ്റ് കുമിഞ്ഞു കൂടിയിട്ടുള്ള ഒരു പാത്രം അത് അവിടുത്തെ സ്റ്റാഫ് വന്ന് എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിക്കുക. പിന്നീട് അത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്നത് കാണാം അല്ലെ. അപ്പൊ വെറുതെ കഴുകി വെക്കുകയാണ് അവര് ചെയ്യുന്നേ? വെറുതെ കഴുകിയൊക്കെയാണോ ചെയ്യുന്നത്? വെറുതെ വാഷ് ചെയ്യുവാണോ? ഒരിക്കലും അല്ല അല്ലെ. അത് ബ്ലീച്ചിങ് മിക്സ്ചറിൽ മുക്കി നല്ല രീതിയിൽ കഴുകി ഉണക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. The next one, biomedical waste management standard procedures must be followed. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് കർശനമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അതായത് ആശുപത്രികളിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട്. ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ലേബർ റൂമിലും ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ന്യൂ ബോൺ കെയർ ആണ്. ന്യൂ ബോൺ കെയർ എന്ന് പറഞ്ഞാൽ ആരെയും ഉദ്ദേശിക്കുന്നത്? ന്യൂ ബോൺ കെയർ ബേബീസ് ആണ് അല്ലെ. ഓക്കെ, നവജാത ശിശുക്കളെ അല്ലെ, അവരുടെ സംരക്ഷണമാണ് പ്രധാനമായിട്ട് വരുന്നത് ബേബീസിന്റെ. അപ്പൊ നമുക്ക് നോക്കാം. കുഞ്ഞാവയാണോ ഹരിതേ? കുഞ്ഞുവാവനെ കുറിച്ചിട്ടാണല്ലേ പറയുന്നേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ന്യൂ ബോൺ കെയർ. Necessary care at birth of a newborn is compulsory for all labor rooms and obstetric OTs of the delivery point. Well qualified pediatricians, staff nurse and support staff are needed. The service given at newborn care facilities consists of, ഇവിടെ എന്താ പറയുന്നത്, എല്ലാ ലേബർ റൂമുകളിലും ഒബ്സ്റ്റട്രിക്സ് OT-കളിലും ന്യൂബോൺ കെയർ നിർബന്ധമാണ്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, ഡെലിവറി റൂം ആയിക്കോട്ടെ, ഏത് ഏരിയയിലായാലും ന്യൂബോൺ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കെയർ അറ്റ് ബർത്ത് ആണ്, ജനന സമയത്തെ പരിചരണം. എങ്ങനെയാണ് ജനന സമയത്ത് കുട്ടികളെ പരിചരിക്കുന്നത്? ഒരു കുട്ടി ഭൂമിയിൽ പറന്നു വീണെന്ന് വിചാരിക്കാം, എന്ത് കെയർ അവർക്ക് കൊടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും കെയർ അറ്റ് ബർത്തില്? ക്ലീനിങ് ചെയ്യും അല്ലെ. ഓക്കെ, ഹീറ്റിങ്, വാംത്ത്, അതാ അവിടെ പറയുന്നത്. ആദ്യം തന്നെ കുഞ്ഞിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും അല്ലെ. ബ്ലഡ് ഒക്കെ ആയിട്ടുണ്ടാവും അല്ലെ, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ കുഞ്ഞിന്റെ ദേഹത്ത് പറ്റി പിടിച്ചിട്ടുണ്ടാകും. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും അല്ലെ, നല്ല രീതിയിൽ തുടയ്ക്കും,
എന്നിട്ട് ഒരു ഉണങ്ങിയ തുണിയിൽ അല്ലെ, ഒരു കോട്ടണിൽ എന്ത് ചെയ്യും, കുഞ്ഞിനെ വെക്കും അല്ലെ. കുഞ്ഞുങ്ങളെ വെക്കാറില്ലേ, തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാറില്ലേ? എന്തിനാണ്? ടെമ്പറേച്ചർ കിട്ടാനാ. അതായത് കുഞ്ഞ് ഇത്രയും നാള് അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു, ഭൂമിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് എന്ത് ചെയ്യണം, കുഞ്ഞ് കണക്ട് ആവണം. അപ്പൊ എന്ത് ചെയ്യും, കുഞ്ഞിനൊരു തുണിയിൽ, അതായത് ചൂടും കിട്ടും അതിലുപരി അപ്പൊ ഒരു തുണിയിൽ, ഒരു കോട്ടണിൽ എന്ത് ചെയ്യും, കുഞ്ഞിനെ പൊതിഞ്ഞ് വെക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന്റെ മൂക്കും അതുപോലെ തന്നെ വായുഭാഗവും ഒക്കെ പ്രത്യേകിച്ച് തുടയ്ക്കാറുണ്ട്, ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യും, കുഞ്ഞ് കറക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, കരയുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം കോഡ് ക്ലീൻ ചെയ്യും. പൊക്കിൾ കൊടി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഭാഗം അങ്ങനെ ചുറ്റി പിണഞ്ഞിരിക്കുന്നത് കാണാം അല്ലെ, വയറിന്റെ ഭാഗത്ത്, നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്ത് മിഡിലായിട്ട് ഒരു സാധനം എന്താണ് ഇങ്ങനെ ചുറ്റി പിണഞ്ഞിരിക്കുന്നത് കാണാം അല്ലെ, കോഡിന്റെ. അപ്പൊ അത് ക്ലീൻ ചെയ്യും നല്ല രീതിയിൽ. ഓക്കെ. അതിനുശേഷം അമ്മയുടെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞിനെ കിടത്താനായിട്ട് ശ്രമിക്കും. പിന്നെ ആ സമയത്ത് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് നൽകും. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? കെയർ അറ്റ് ബർത്ത് ആണ്. അതായത് ജനന സമയത്ത് കുഞ്ഞിന് കൊടുക്കുന്ന പരിചരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, ലേബർ റൂമിൽ കൊടുക്കുന്നതാണ്. then രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. അതായത് ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സുഖാവസ്ഥയിൽ ജനിക്കാറുണ്ട്. ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നോക്കും നമ്മള്, കുഞ്ഞിനെ ഒന്ന് ഒബ്സർവ് ചെയ്യും. അതായത് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഫേസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, കൈയും കാലൊക്കെ അനങ്ങുന്നുണ്ടോ, പിന്നെ കരയുന്നുണ്ടോ, ശരീരത്തിന് മഞ്ഞപ്പുണ്ടോ അല്ലെ, മഞ്ഞ കലർന്ന നിറം ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിന് അതിനനുസരിച്ചിട്ടുള്ള കെയർ കൊടുക്കും. ഉടനെ തന്നെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. ആ കുഞ്ഞിന് എന്താണോ പ്രശ്നം അതിനനുസരിച്ച് ചികിത്സകൾ കൊടുക്കാനായിട്ട് ആരംഭിക്കും. ദാറ്റ് ഈസ് ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. മനസ്സിലായല്ലോ? കെയർ അറ്റ് ബർത്ത് പറഞ്ഞു, then ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് ന്യൂ ബോൺ അത് പറഞ്ഞു. മഞ്ഞുണ്ടെന്നൊക്കെ നോക്കാറുണ്ട്. കരയില്ലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ റെസിസിറ്റേഷൻ ആണ് കേട്ടോ. റെസിസിറ്റേഷൻ എന്താണ്? റെസിസിറ്റേഷൻ അതായത് കുഞ്ഞ് ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട്. മഞ്ഞുണ്ടായിരുന്നു? ഓക്കെ. രണ്ടു മൂന്നൊരു കമന്റ് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാല് കുഞ്ഞ് ശരിയായിട്ടുള്ള രീതിയിൽ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്നുണ്ടോ. ഇനി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും, അതായത് ഓക്സിജൻ മാസ്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ IV ഫ്ലൂയിഡ്സ് മരുന്നുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ. റെസിസിറ്റേഷൻ ഇല്ലെങ്കിൽ, ഓക്കെ, നന്നായിട്ട് ശ്വാസം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് അവര് പെട്ടെന്ന് തന്നെ എടുക്കും. then ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ, ടെമ്പറേച്ചർ നോക്കാറുണ്ട് കുഞ്ഞുങ്ങളുടെ, ന്യൂബോൺ ബേബീസിന്റെ ഹാർട്ട് റേറ്റ് നോക്കാറുണ്ട്, പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്, ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് ആണ് കേട്ടോ. അപ്പൊ കുഞ്ഞിനെ മൊത്തത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. അതിനകത്ത് ടെമ്പറേച്ചറും ഹാർട്ട് റേറ്റും അതുപോലെ ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ സർവീസസ്, ജനിച്ച ഉടൻ തന്നെ കുഞ്ഞിന് വാക്സിൻസ് കൊടുക്കാറുണ്ട് അല്ലെ, ഇമ്മ്യൂണൈസേഷൻ നൽകാറുണ്ട്. എന്തൊക്കെ വാക്സിനുകളാണ് കൊടുക്കുന്നത്? എന്തൊക്കെ വാക്സിനാ ജനിച്ച സമയം, അതായത് കുഞ്ഞ് ജനിച്ചപ്പോ തന്നെ കൊടുക്കുന്നത്? BCG കൊടുക്കാറുണ്ട്, OPV, ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് B. ഇതൊക്കെ എന്താണ്, ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിനുകളാണ് അല്ലെ. എല്ലാവരുടെയും ഇടത് കയ്യില് ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് ഒരു സിമ്പിള് കാണാനായിട്ട് പറ്റും, വട്ടത്തിലുള്ള. എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും, ഉണ്ടല്ലേ? അത് BCG ആണ്. ഓക്കെ. BCG വാക്സിൻ അതൊരിക്കലും ആ അടയാളം പോകില്ല, മരിക്കുന്നത് വരെ ഉണ്ടാവും അല്ലെ. അതാണ് BCG വാക്സിന്റെ പ്രത്യേകത. അപ്പൊ കുഞ്ഞ് ജനിച്ച് എത്രയും പെട്ടെന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് എന്ത് കൊടുക്കേണ്ടതാണ്, BCG കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ.
BCGയുടെ കാലയളവിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ 2 ദിവസം 45 ഡേയ്സിനൊക്കെ ഉള്ളിൽ കൊടുത്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് ഒപ്പം തന്നെ കൊടുക്കുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്മ്യൂണൈസേഷൻ സർവീസ് നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. ഏതെങ്കിലും തരത്തില് ഇപ്പൊ ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ, അതായത് സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനിക്കുന്ന കുഞ്ഞാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട് അല്ലെ. കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളില് നിർബന്ധമായിട്ടും ബ്രസ്റ്റ് ഫീഡിങ് നടത്തിയിരിക്കണം അല്ലെ. ഇത് കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം 1 മണിക്കൂറിനുള്ളില് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലെ മെറ്റേണിറ്റി ഏരിയ അല്ലെങ്കിൽ ലേബർ റൂമുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളിലൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പതിപ്പിച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. മുലയൂട്ടൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ലേബർ റൂം കൊടുക്കുന്ന സർവീസുകളിൽ ഒന്നാണ് ഇത് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. ഓക്കെ, then look into of high risk newborn. അതായത് ഹൈ റിസ്ക്, അതായത് ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ റിസ്കി ആയിട്ടുള്ള എലമെന്റിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചില പ്രിമേച്വർ ബേബീസ്, അതുപോലെ ലോ ബർത്ത് വെയിറ്റ്, അതായത് ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല, തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങള്. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു കെയർ കൊടുക്കണം. നല്ല രീതിയിൽ അവരെ കെയർ ചെയ്താലാണ് അവരെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സർവീസുകളും ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ റഫറൻസ് സർവീസസ്. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, കാഴ്ചയ്ക്ക് തകരാറോ കേൾവിക്ക് തകരാറോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ കാണിക്കുന്നത് അതൊരു റഫറൻസ് സർവീസ് ആണ്. കണ്ടിട്ടില്ലേ നിങ്ങള്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ ആ ഡോക്ടേഴ്സിനെ കാണിക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സ് വന്ന് ഇവിടെ നോക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഇതിനെയാണ് റഫറൻസ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞുതരാം ആശ, പറഞ്ഞുതരാം കേട്ടോ. The next, for proper newborn care, things required to be done. അതായത് ന്യൂബോൺ കെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് അവിടെ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. കുഞ്ഞുങ്ങളെ എടുക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ കൈ കഴുകുക. എന്തിനാ കൈ കഴുകുന്നത്? കുഞ്ഞുങ്ങളെ എടുക്കുന്നതിന് മുമ്പായിട്ട്, പ്രത്യേകിച്ച് ന്യൂബോൺ ബേബീസിനെ എടുക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അണുക്കൾ പടരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. യെസ്. അപ്പൊ ഇൻഫെക്ഷൻ ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കൈ നല്ല രീതിയിൽ കഴുകണം. കുഞ്ഞുങ്ങളെ എടുക്കുന്നതിന് മുമ്പായിട്ട് കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, റൂമിംഗ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. ഓക്കെ, എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഈ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിൽ കാണുവാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും വേർഡിന് മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. റൂമിംഗ് ഇൻ ദ ബേബി വിത്ത് ദ മദർ, അതായത് കുഞ്ഞിനെ അമ്മയോടൊപ്പം തന്നെ ഇരുത്തുക അല്ലെ, അമ്മയുടെ കൂടെ. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞു, അമ്മയും കുഞ്ഞിനും തമ്മിലുള്ള ഹീറ്റ് അല്ലെ, ചൂട് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനൊക്കെ അത് സഹായിക്കുന്നതാണ്.
പിന്നെ അമ്മയുടെ ചൂട് കിട്ടാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞിനെ അമ്മയുടെ കൂടെ തന്നെ ഇരുത്താറുണ്ട്. അപ്പോ അത് നോക്കേണ്ടതുണ്ട്. കീപ്പിംഗ് ദ ബേബി വാം, അതായത് കുഞ്ഞിനെ ചൂടോടെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞിനെ നല്ല കോട്ടണിലൊക്കെ പൊതിഞ്ഞ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പൊതിഞ്ഞ് കവേർഡ് ആയിട്ട് സൂക്ഷിക്കുക. ഓക്കെ, കുഞ്ഞിന് നല്ല രീതിയിൽ ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. Then extra care should be taken to the temperature in preterm and LBW baby. Low birth weight എന്നാണ് കേട്ടോ LBW യുടെ മീനിങ് വരുന്നത്, ലോ ബർത്ത് വെയിറ്റ്. ഇനി ചില കുഞ്ഞുങ്ങൾക്ക്, അതായത് തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ, ലോ ബർത്ത് ബേബി ആണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സ്ട്രാ കെയർ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. കോഡ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഉണക്കി നല്ല രീതിയിൽ വൃത്തിയാക്കി വേണം സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, ഇത് താനെ വലിഞ്ഞു പോവോ അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു പാട്ടുണ്ടാവുമല്ലോ. ആ, കുറച്ച് ദിവസം ഉണ്ടാവും. കുഞ്ഞിനെ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അത് ഉണ്ടാവും. പിന്നെ കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് പോകുന്നത്. അപ്പൊ തനിയെ അത് പോകും. അപ്പൊ ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് പഴുപ്പോ കാര്യങ്ങളോ ഒന്നും വരാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അതും പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട കാര്യമാണ്. Then last, the care provider should perceive the newborn at given intervals after delivery. പിന്നെ കുഞ്ഞിന്റെ കെയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് ഹെൽത്ത് വർക്കേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ചില കുഞ്ഞുങ്ങള് ഇപ്പൊ ചില ഇറഗുലാരിറ്റി കൊണ്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്ത് വേണം, പ്രത്യേകം കെയർ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അത് ഹെൽത്ത് വർക്കേഴ്സ് ആയാലും കുഞ്ഞിന്റെ ഫാമിലിയില് ഇപ്പൊ അമ്മയായാലും അച്ഛനായാലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞിന്റെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി താഴെയുള്ള പോയിന്റുകൾ ഒന്ന് വായിച്ചോളൂ. നിങ്ങള് റീഡ് ചെയ്തതിന് ശേഷം കമ്പയർ ചെയ്യാം കേട്ടോ. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം.
ഓക്കെ, അത് നിങ്ങൾ വായിച്ചിട്ട് വരും കേട്ടോ. നാളെ വായിച്ചിട്ട് വരും. ബാക്കിയുള്ള ഒരു 1.5 പേജ് ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാനായിട്ട് അത് നിങ്ങൾ നാളെ റീഡ് ചെയ്തിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് അത് തീർക്കാം. അതിനുശേഷം നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം നാളെ കേട്ടോ. എല്ലാവർക്കും സമാധാനമായോ? തീരാൻ പോവുകയാണല്ലേ? അതിന്റെ സന്തോഷമുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ആശ ന്യൂബോൺ കെയറിന്റെ പോയിന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ലേബർ റൂമുകളിലും വേണ്ട. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓക്കെ മാം, എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും മാം, സമയം ഉണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം കുറെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഈ 5 മിനിറ്റിൽ തീരുമോ? അല്ല, ആ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ഇല്ലേ, അതൊന്ന് പറയാമോ? മറ്റേ 2 കുഞ്ഞു പോയിന്റ്സ് അല്ലേ ഉള്ളൂ, അത് റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതിയല്ലോ. ആ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് പറയാമോ? അത് മാത്രം. കഴിഞ്ഞ ക്ലാസ്സിലെ ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. ലേബർ വാർഡ് പ്രോട്ടോകോൾ അല്ലേ? മറ്റേ 2 കുഞ്ഞു പോയിന്റ്സ് അല്ലേ, അതും റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി, ക്ലിയർ ആവും. മറ്റേ ആ ഒരു പോയിന്റ്സ് തോനെ ഉണ്ട്, അതൊന്ന് പറയാമോ? ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ പറയാമോ? അതിനകത്ത് ഏത് പോയിന്റ് വേണ്ടത്? അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് റേഡിയന്റ്, വാർമർ, സ്റ്റെറിലൈസേഴ്സ് ഒക്കെയാണ്. ഫീറ്റൽ ഡോപ്ലർ അതിന്റെ നോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? ഒന്ന് പറയാമോ മാം? നോട്ട് ഇപ്പൊ ആരാ മേടിക്കുന്ന നോട്ട്സ് കൊടുത്തത്? ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമോ? അതിനൊക്കെ നോട്ട് ആരെങ്കിലും വില്ലിങ് ആണോ? ഫർസാന. ഫർസാന ഹരിതയ്ക്ക് നോട്ട് ഷെയർ ചെയ്യും. നോട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റിവിഷൻ ക്ലാസ്സിൽ ചോദിക്കുക കേട്ടോ. ഇനി നാളെ റിവിഷൻ സ്റ്റാർട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു മൺഡേ ഉണ്ടാവും, ഒരു തേഴ്സ്ഡേ ഉണ്ടാവും, ലാസ്റ്റ് ഡേ ഉണ്ടാവും. 2 ക്ലാസ്സുകളായിട്ട് റിവിഷൻ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, പരസ്പരം എന്ത് ചെയ്യുക? കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക കേട്ടോ. പറഞ്ഞുകൊടു, അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ അറിവ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നേ? പരസ്പരം പറഞ്ഞു കൊടുക്കുക, കൂടുക അല്ലെ? അപ്പൊ അറിയാവുന്ന കാര്യങ്ങള് അറിയാത്ത ആളുകൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി പറയും മാം. കമ്പൈൻ സ്റ്റഡിയിൽ ഇതുപോലെ കുറച്ച് പിള്ളേരുണ്ട്, അത് കണക്ക് പറഞ്ഞൊക്കെ തന്നിട്ട് ഞങ്ങളിപ്പോ പഠിക്കുന്നുണ്ട്. നല്ല കാര്യം, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ കേട്ടോ. അപ്പൊ ഹരിത നോക്കൂ, ഫർസാന ഗ്രൂപ്പില് നോട്ട് ഷെയർ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ നാളെ ചോദിച്ചാൽ മതി. ഓക്കെ മാം. ഓക്കെ താങ്ക് യു മാം. ഇനി ഇന്നെടുത്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നാളെ എന്ത് ചെയ്യണമെന്നോ? നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഇന്ന് എവിടെ വരെയാണ് എടുത്തത്, അതിന് ശേഷമുള്ളത് പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം, അതുപോലെ തന്നെ protocols for working in the labor room, supervision for quality of care in the labor room. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം?
വായിച്ചിട്ട് വേണം നാളെ ക്ലാസ്സിൽ വരാനായിട്ടോ. എന്തായാലും വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത്രയും നേരം പോകില്ലല്ലോ, നമുക്കത് റിവിഷന് വേണ്ടി ആ സമയം ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഒരു സെക്കൻഡ്. താങ്ക് യു മാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ ഓക്കെ.